ഹായ് ഗായ്സ്, കലിബ്രെന്ന് കൂടി ചാനൽ എല്ലാവർക്കും സ്വന്തം ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫിഫ്ത്ത് വീക്ക് ഒഫീഷ്യലിലെ വോട്ടിങ്ങിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ അടുത്തിരിക്കുകയാണ്. നമ്മളിന്ന് വെള്ളിയാഴ്ച രാവിലെ 7 മണി വരെയുള്ള റൺ ഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റ്സാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 15 മത്സരാർത്ഥികളാണുള്ളത്. 15 പേരിൽ നിന്ന് 2-3 മത്സരാർത്ഥികളാകും ഇത്തവണ പുറത്തു പോകുന്നത്. എന്തായാലും അത് ശനി ഞായർ എപ്പിസോഡുകളിലാണ് നടക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ച് വ്യക്തമായ എവിക്ഷൻ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിനായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണ്. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും നിങ്ങളിന്ന് ആർക്കാണ് വോട്ട് ചെയ്യുന്നതും കൂടെ വീഡിയോ ആയിട്ട് കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇന്ന് രാവിലെ 7 മണിയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ ഒന്നാം പൊസിഷൻ അനുമോൾ തന്നെയാണ് തുടരുന്നത്. അനുമോളുടെ പൊസിഷൻ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. മറ്റുള്ള മത്സരാർത്ഥികൾ ബഹുദൂരം മുന്നിലാണ്. ഇപ്പോൾ 32,155 എന്ന കൂറ്റം വോട്ട് നേടി ഒന്നാം പൊസിഷനിൽ തന്നെ നിലനിർത്താൻ അനുമോൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. രണ്ടാം പൊസിഷനിൽ ഷാനവാസാണ് ഉള്ളത്. ഷാനവാസ് അത്യാവശ്യം നല്ല രീതിയിലുള്ള വോട്ടിംഗ് പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരിടയ്ക്ക് ഒന്ന് കാലിടറി പിന്നിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ സുരക്ഷിതമായി തന്നെ തിരിച്ച് രണ്ടാം പൊസിഷനിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഇപ്പോൾ 28,133 എന്ന കൂറ്റം വോട്ടിൻ്റെ ഫലത്തിൽ രണ്ടാം പൊസിഷൻ നിലനിർത്തിയിരിക്കുകയാണ്. മൂന്നാം പൊസിഷനിൽ അനീഷാണ് ഉള്ളത്. കോമണറായിട്ട് വന്നിട്ടുള്ള അനീഷ് ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നമ്മുടെ ഷാനവാസുമായിട്ട് നടത്തുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും രണ്ടാം പൊസിഷൻ കൈയടക്കാവുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 27,800 വോട്ട് നേടി മൂന്നാം പൊസിഷനാണുള്ളത്. നാലാം പൊസിഷനിൽ നൂറയാണുള്ളത്. ഒരു ഘട്ടത്തിൽ ഒന്നാം പൊസിഷൻ തന്നെ പിടിച്ചെടുക്കാവുന്ന തരത്തിലുള്ള ഒരു വോട്ടിംഗ് പ്രകടനം നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ നാലാം പൊസിഷനിൽ സുരക്ഷിതമായി തന്നെ 26,213 വോട്ട് നേടി നാലാം പൊസിഷൻ നിലനിർത്തിയിരിക്കുകയാണ്. അഞ്ചാം പൊസിഷനിൽ ജിസേലാണുള്ളത്. ജിസേൽ തരക്കേടില്ലാത്ത വോട്ടിംഗ് പ്രകടനമായിട്ട് മുന്നേറുകയാണ്. ഇപ്പോൾ 25,131 കൂറ്റം വോട്ടിൻ്റെ ഫലത്തിൽ അഞ്ചാം പൊസിഷൻ സുരക്ഷിതമായി തന്നെ തുടരുകയാണെന്ന കാഴ്ചയാണ് കാണുന്നത്. ആറാം പൊസിഷനിൽ രേണുസുതിയാണ് ഉള്ളത്. രേണുസുതി ഏകദേശം സേഫ് തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാവുന്ന രീതിയിലുള്ള ഒരു വോട്ടിംഗ് പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 21,980 വോട്ട് നേടിയാണ് ആറാം പൊസിഷനിൽ സുരക്ഷിതമായി തുടരുന്നത്. ഏഴാം പൊസിഷനിൽ ആദിലയാണുള്ളത്. ആദിലയും നൂറയും സഖ്യം പിരിഞ്ഞതിന് ശേഷം ആദില ഇതാദ്യമായിട്ടാണ് വോട്ടിംഗ് നേരിടുന്നത്. ഇപ്പോൾ 21,560 എന്ന കൂറ്റം വോട്ടിൻ്റെ ഫലത്തിൽ ഏഴാം പൊസിഷനിൽ സുരക്ഷിതമായി തന്നെ തുടരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. എട്ടാം പൊസിഷനിൽ അഭിലാഷാണുള്ളത്. അഭിലാഷ് അത്യാവശ്യം തരക്കേടില്ലാത്ത വോട്ടിംഗ് പ്രകടനവുമായിട്ട് ഒരു സേഫ് സോണിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേണുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വരിമണിക്കൂറുകളുടെ വോട്ടിങ്ങിന് ശേഷം മാത്രമേ അത് നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ 21,009 വോട്ട് നേടി എട്ടാം പൊസിഷനാണുള്ളത്. ഒമ്പതാം പൊസിഷനിൽ അക്ബർ ഖാനാണ് ഉള്ളത്. അക്ബർ ഇപ്പോൾ നല്ലൊരു മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അഭിലാഷുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോൾ ഉള്ളത്. ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് പിന്നിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ 20,890 വോട്ട് നേടി ഒമ്പതാം പൊസിഷനാണുള്ളത്. പത്താം പൊസിഷനിൽ ബിന്നി സബാസ്റ്റ്യനാണ് ഉള്ളത്. ബിന്നിയുടെ വോട്ടിംഗ് നല്ല രീതിയിലൊരു കുറവ് കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ 18,790 വോട്ടാണ് നേടിയിരിക്കുന്നത്. പിന്നീട് ഡേഞ്ചർ സോണാണ്. ഒരു സേഫ് സോണിലേക്ക് മാറണമെങ്കിൽ ഒരു മണിക്കൂറുള്ള വോട്ടിങ്ങിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. 11ാം പൊസിഷനിൽ അപ്പാനി ശരത്താണുള്ളത്. അപ്പാനി ശരത്തിന് ഇപ്പോൾ നല്ല രീതിയിലൊരു വോട്ടിംഗ് കുറവ് കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ 18,321 വോട്ട് മാത്രം നേടി 11ാം പൊസിഷൻ എന്ന ഡേഞ്ചർ സോണിലാണ് അപ്പാനി ശരത്ത്. 12ാം പൊസിഷനിൽ റെന ഫാത്തിമയാണുള്ളത്. നേരത്തെ 13ാം പൊസിഷനിലുണ്ടായിരുന്ന മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ ആര്യൻ ഖത്തറിയനെ അട്ടിമറിച്ചുകൊണ്ട് 12ാം പൊസിഷനിലേക്ക് വന്നിരുന്നു. എന്നാൽ ഇപ്പോഴും ഡേഞ്ചർ സോണിൽ തന്നെയാണ്. 18,409 വോട്ട് നേടി ഡേഞ്ചർ സോണായ 12ാം പൊസിഷനാണുള്ളത്. 13ാം പൊസിഷനിൽ ഒനിയൽ സാബു അട്ടിമറി മുന്നേറ്റമായിട്ട് കയറി വന്നിരിക്കുകയാണ്. ഇതാദ്യമായിട്ടാണ് ഒനിയൽ സാബു ഒരു പൊസിഷൻ മെച്ചപ്പെടുത്തി 13ാം പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ 18,233 വോട്ട് നേടി 13ാം പൊസിഷനാണുള്ളത്. 14ാം പൊസിഷനിൽ ആര്യൻ ഖത്തൂറിയ ആണുള്ളത്. ആര്യൻ ഖത്തൂറിയയ്ക്ക് ഇപ്പോൾ 18,201 വോട്ടാണ് നേടാൻ സാധിച്ചത്. ഒരു ഘട്ടത്തിലൊന്ന് മിന്നുന്ന പ്രകടനം നടത്തിയെങ്കിലും വീണ്ടും പിന്നിലേക്ക് പോവുകയാണ്. ഇത്തവണ പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ആര്യൻ. 15ാം പൊസിഷനിൽ ശൈത്യ സന്തോഷാണ് തുടരുന്നത്. ശൈത്യയ്ക്ക് ഇപ്പം ചെറിയ രീതിയിലുള്ളൊരു വോട്ടിംഗ് മുന്നേറ്റം കണ്ടുവരുന്നുണ്ട്. എന്നിരുന്നാൽ കൂടെ ഒരു സേഫ് സോണിലേക്ക് പോകുന്ന തരത്തിലുള്ളൊരു വോട്ടിംഗ് ഇതുവരെയും ആയിട്ടില്ല. ഇപ്പോഴും 15ാം പൊസിഷനിലാണുള്ളത്. ഒരു മണിക്കൂറുള്ള വോട്ടിംഗ് നിർണായകമാണ്.